വരുന്ന 4 ദിവസം സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കു സാധ്യതയെന്ന് മുന്നറിയിപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. വയനാട്ടിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി. ഒറ്റപ്പെട്ട മറ്റിടങ്ങളിലും മഴയ്ക്കു സാധ്യത. ശക്തമായ കാറ്റുണ്ടായേക്കാമെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഉള്ളുലച്ച മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ഇന്ന് 2 ആണ്ട്. രാവിലെ പുത്തുമലയിലെ ഹൃദയഭൂമിയിൽ പുഷ്പാർച്ചനയും സർവമത പ്രാർത്ഥനയും. കൽപ്പറ്റയിലും ടൗൺഷിപ്പിലും നിന്ന് പ്രത്യേക ബസ് സർവീസ്. പ്രീ റോൾഡ് കോണാണിത്. അത് ഏതാണ്ട് 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ആ പ്രോഡക്റ്റ് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് ഇങ്ങനെ തുറക്കുമ്പോൾ പല രൂപത്തിലുള്ള കോണുകൾ ഇതിൻ്റെ അകത്തുണ്ട്. അതായത് എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകും എന്താണ് കൃത്യമായി ഇതിൻ്റെ ഉദ്ദേശമെന്ന്. അങ്ങനെ ഉപയോഗിക്കുന്ന ലഹരി ഉപയോഗിക്കാൻ വേണ്ടി മാത്രം തയ്യാറാക്കിയിട്ടുള്ള കോണുകളാണ്. ലഹരിക്കണ്ണുകൾ പൊട്ടിക്കാൻ ഒരു വശത്ത് ഓപ്പറേഷൻ തൂഫാൻ, മറുവശത്ത് ലഹരി ഉപയോഗിക്കാനുള്ള സാധനങ്ങൾ വിളിപ്പുറത്തെത്തിച്ച് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ. കഞ്ചാവ് ഉൾപ്പെടെയുള്ള അവ നിറച്ച് പുകയ്ക്കാനുള്ള പ്രീ റോൾ കോണുകൾ സ്വിഗ്ഗി, ഇൻസ്റ്റാമാർട്ടിൽ സുലഭം. ആവശ്യക്കാരിലേറെയും കുട്ടികൾ. ന്യൂസ് 18 അന്വേഷണം. വി ഡി സതീശൻ സർക്കാർ അധികാരമേറ്റതിനു ശേഷമുള്ള ആദ്യ UDF യോഗം ഇന്ന് തലസ്ഥാനത്ത്. യോഗം രാവിലെ 11 മണിക്ക് ക്ലിഫ് ഹൗസിൽ. ബോർഡ്, കോർപ്പറേഷൻ അധ്യക്ഷ, ഉപാധ്യക്ഷ പദവികളിൽ തീരുമാനമുണ്ടാകും. തർക്കങ്ങൾ പരിഹരിക്കാൻ ഉപസമിതിയെ ചുമതലപ്പെടുത്താനും തീരുമാനമുണ്ടാകും. റേഷൻ കടകൾ മുടങ്ങുന്നത് ഒഴിവാക്കുമെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. ഇ-പോസ് സംവിധാനത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കും. ഉന്നത ഉദ്യോഗസ്ഥരുടെയും സാങ്കേതിക വിദഗ്ധരുടെയും യോഗത്തിൽ മന്ത്രിയുടെ കർശന നിർദ്ദേശം. ഓണക്കാലത്ത് റേഷൻ കട പ്രവർത്തനം തടസ്സപ്പെടാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധ വേണമെന്നും മന്ത്രി. പാക് അധിനിവേശ കശ്മീരിലും ബലൂചിസ്ഥാനിലും പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ ജനരോഷം രൂക്ഷം. സൈന്യവും പാക് ഭരണകൂടവും നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ പ്രതിഷേധം തെരുവിൽ. പാക് സൈന്യം വെടിവെച്ചു കൊന്ന പെൺകുട്ടിയുടെ മൃതദേഹം വാഹനത്തിന് മുന്നിൽ കെട്ടിവെച്ച് പ്രദർശിപ്പിക്കുന്ന നടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ഇറാനിൽ വീണ്ടും അമേരിക്കൻ ആക്രമണം. ഗൾഫിലെ US കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയെന്ന് വിശദീകരണം. ഇനി അമേരിക്കയുടെ ഊഴമെന്ന് ട്രംപ്. പലയിടത്തും സ്ഫോടനമുണ്ടായെന്ന് ഇറാനിയൻ മാധ്യമങ്ങൾ. ബുഷേറിലും ഖേഷം ദ്വീപിലും മിസൈൽ വീണു.